ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. രാവിലെ 7 മണിയാകുമ്പോഴത്തേക്ക് മയിലുകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലം മുഴുവൻ കീഴടക്കിയിരിക്കുന്നത്. മയിലുകൾ കറക്റ്റ് കൃത്യസമയം പാലിച്ച് 7:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ വരും. അവരെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നല്ല രസമാണ് കാണാൻ, നല്ല രസം. പറഞ്ഞ മയിലുകളെ കണ്ടുകൊണ്ടാണല്ലേ മയിലുകൾ ഇവിടെ ആ സമയമാകുമ്പോൾ 7 മണി കഴിഞ്ഞ് 7:30-ക്കകം ഇവിടെ നടന്നു വരും. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് പുത്തൂർ കള്ളാട്ട് ജംഗ്ഷനിലാണ്. ഇവിടെ 30 വർഷമായിട്ട് ഒരു പലചരക്ക് കട നടത്തുന്ന ഒരു ചേട്ടനുണ്ട്. ഈ ചേട്ടൻ്റെ കടയുടെ മുമ്പിലേക്ക് 30 വർഷത്തോളമായിട്ട് ഇവിടെ ചെറിയ ചെറിയ ധാന്യങ്ങൾ കഴിക്കാനും കുറിക്കാനും ഒക്കെ ആയിട്ട് പ്രാവുകളായിരുന്നു എത്തിക്കൊണ്ടിരുന്നത്. 35 വർഷം കൊണ്ട് കച്ചവടമുണ്ട്. അത് 30 വർഷം പ്രാവ് വരുമായിരുന്നു. അത് 50 പ്രാവ് വരെ വന്നുകൊണ്ടിരുന്നതാണ്. അതിന് അരിയിട്ട് കൊടുത്താൽ മതിയാണ്. ഇപ്പോൾ 3 മാസം കൊണ്ട് മയിൽ വരുന്നു. 10 മയിൽ വരെ വരും. അവർക്ക് കപ്പലണ്ടി മതി, അരി വേണ്ട. പിന്നെ പ്രാവ് ഇപ്പോൾ വരുന്നില്ല, മയിലിനെ പേടിച്ച്. ശരിക്കും പറഞ്ഞാൽ ഒരു 50-100ഓളം പ്രാവുകൾ എത്തുമ്പോഴത്തേക്ക് ഈ ചേട്ടൻ ഇങ്ങനെ ആ പ്രാവുകൾക്ക് അതിന് തീറ്റ കൊടുക്കും. അതിൻ്റെ ഒരു സന്തോഷം പറയാതെ വയ്യ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു 2-3 മാസമായിട്ട് ഈ പ്രാവുകൾക്ക് പകരം മയിലുകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലം മുഴുവൻ കീഴടക്കിയിരിക്കുന്നത്. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. രാവിലെ 7 മണിയാകുമ്പോഴത്തേക്ക് ഈ ചേട്ടൻ്റെ കടയിലേക്ക്, നന്ദകുമാർ എന്നാണ് ചേട്ടൻ്റെ പേര്, ചേട്ടൻ്റെ കടയിലേക്ക് പ്രാവുകളെത്തും. ഈ പ്രാവുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ച കാണാൻ തന്നെ ഒരുപാട് പേര് എത്തുമായിരുന്നു. പക്ഷേ ഈ മയിലുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ സ്ഥലം അങ്ങോട്ട് കീഴടക്കിയെന്ന് വേണമെങ്കിൽ പറയാം. ചേട്ടൻ്റെ പ്രാവുകളെ മുഴുവനും മയിലുകളൊക്കെ കൈയടക്കില്ലേ? മയിൽ വന്നതൊക്കെ പിന്നെ പ്രാവുകൾ പേടിച്ചു പോയി. പിന്നെ അതങ്ങനെ വരുന്നില്ല. മയിലിപ്പോൾ 3 മാസം കൊണ്ട്. അപ്പോൾ പ്രാവ് വരുമ്പോൾ എന്തൊക്കെയായിരുന്നു ഇട്ട് കൊടുക്കുന്നത്? അരി പച്ച 5000 പച്ചരി. അതെ, ഇതിന് കപ്പലണ്ടി കൊടുത്തിരിക്കും. അപ്പം അരി ഇന്നത്തില്ല. ഓ, കപ്പലണ്ടി കഴിക്കുള്ളൂ. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണല്ലേ ഇത്. കാണാൻ ഒരുപാട് പേര് വരാറുണ്ട്. ഓക്കെ, 30 വർഷം കൊണ്ട് ഈ പ്രാവുകൾ എത്രത്തോളം പ്രാവുകൾ ഉണ്ടാവും? ഒരു 10-50 പ്രാവൊക്കെ വരുമായിരുന്നു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ മയിലുകളെല്ലാരും കൂടി ഇങ്ങനെ കൂട്ടത്തോടെ മയിലുകൾ ഇവിടെ ആ സമയമാകുമ്പോൾ 7 മണി കഴിഞ്ഞ് 7:30-ക്കകം ഇവിടെ നടന്നു വരും. കൃത്യസമയത്ത് 8 മണിക്കകം വരും. ആണോ? ഇവരെല്ലാരും മയിലിനെ കാണുന്നവരാ. ചേട്ടനെ ഈ നാട്ടിൽ എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ട ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ? ആണല്ലേ? ഓക്കെ. അപ്പോൾ ഏതായാലും ഒത്തിരി സന്തോഷമുള്ളൊരു വാർത്തയാണ്. നമ്മുടെ അതായത് കച്ചവടത്തിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ മിണ്ടാപ്രാണികളായിട്ടുള്ള നമ്മുടെ ഈ കുഞ്ഞു സഹജീവികൾക്കും കൂടി അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഒരു എന്താ പറയുക, ഒരു നേരത്തേക്കുള്ള അവരുടെ ആഹാരം രാവിലെ 7 മണി കൃത്യസമയത്ത് ഈ മയിലുകൾ എത്തുന്ന കാഴ്ച കാണാൻ തന്നെ ഇവിടെ എത്തുന്നു. കച്ചവടം നടക്കുന്നു, എല്ലാം പൊളിയാകും. ഈ നാട്ടുകാരൊക്കെ തന്നെ മയിലിനെ കാണാനും ഒക്കെ തന്നെ എത്തുന്നവരാണ്. ചേട്ടാ, എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ആ കാഴ്ച? രാവിലെ സമയം കൃത്യസമയം പാലിക്കുന്നത് നമ്മളേ ഉള്ളൂ കൃത്യസമയം പാലിക്കാത്തത്. മയിലുകൾ കറക്റ്റ് കൃത്യസമയം പാലിച്ച് 7:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ വരും. അപ്പോൾ കപ്പലണ്ടി കുറച്ച് സ്റ്റോക്ക് വേണം. എല്ലാം അവരെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നല്ല രസമാണ് കാണാൻ, നല്ല രസം. കാണുന്നതിന് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ നല്ലൊരു നാട്ടിൻപുറമാണ്. അപ്പോൾ ഇവിടെ ചേട്ടന്മാരെല്ലാവരും രാവിലെ കാണുന്നത്, അവരുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ശരിക്കും ഈ പറഞ്ഞ മയിലുകളെ കണ്ടുകൊണ്ടാണല്ലേ? അവരുടെ ഒരു ദിവസം പോസിറ്റീവ് ആക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും മനോഹരമാക്കുന്നത് ഈ മയിലുകളുടെയും പ്രാവുകളുടെയും ഒക്കെ ഒരു കാഴ്ചകളാണ്. പക്ഷേ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഈ പാവം പ്രാവുകൾ 10-30 വർഷമായിട്ട് വന്നുകൊണ്ടിരുന്ന പ്രാവുകളാണ്. ആ പ്രാവുകൾക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മയിലുകൾ സ്ഥലം കൊടുക്കുന്നില്ല. മാത്രമല്ല അവർക്ക് കുറച്ച് ലക്ഷറി ഫുഡാണ് വേണ്ടത് കേട്ടോ. അവർക്ക് കപ്പലണ്ടിയെ കഴിക്കുകയുള്ളൂ.